What a day to be alive as a football fan, guys. What a football fanatic day. 120 minutes of full roller coaster emotional thriller match between Argentina and Capo Verde. ആദ്യം തന്നെ കാബോ വെർദയെ കുറിച്ച് പറയണം. അവർ ഈ ടൂർണമെന്റിൽ ഇതുവരെ കളിച്ചതുപോലെ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് ലോ ബ്ലോക്കും മിഡ് ബ്ലോക്കും വച്ചിട്ടാണ് അർജന്റീനയ്ക്കെതിരെ കളിച്ചത്. സോ അർജന്റീനയുടെ വെർട്ടിക്കൽ ട്രാൻസിഷൻ ഗെയിം അഥവാ മിഡിൽ പ്രോഗ്രഷൻ ഗെയിം അവർ കൃത്യമായി തന്നെ ബ്ലോക്ക് ചെയ്തു. അർജന്റീനയുടെ ആദ്യ ഗോൾ വന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു മൂവ്മെന്റിലൂടെയാണ്. ലിസാൻഡ്രോ മാർട്ടിനസും ലയണൽ മെസ്സിയും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. ലയണൽ മെസ്സിക്ക് വേണ്ടി ലിസാൻഡ്രോ മാർട്ടിനസ് ഡിഫൻസിന് മുകളിലൂടെ ഉയർത്തി നൽകിയപ്പോൾ ഒരു ഫെദർ ഫസ്റ്റ് ടച്ചിലൂടെ ലയണൽ മെസ്സി കൺട്രോൾ ചെയ്ത് ബാങ്. അർജന്റീന 29ാമത്തെ മിനിറ്റിൽ 1 ഗോൾ ലീഡ് എടുത്ത് മുന്നോട്ട് പോയി. എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ടത് വളരെ സ്ലോ ടെമ്പോ ഗെയിമായിരുന്നു അർജന്റീനയുടെ ഭാഗത്ത് നിന്നും. വളരെ സ്ലോ ബിൽഡപ്പ് കാബോ വെർദെ ഡിഫൻസിനെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് അർജന്റീനയുടെ മൂവ്മെന്റ്സ് എല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അവർ അതിവിദഗ്ധമായി അർജന്റീനയുടെ ഷോട്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. കളിയുടെ സെക്കൻഡ് ഹാഫിൽ പ്യുവർ അർജന്റീന ഡോമിനേഷൻ പ്രതീക്ഷിച്ചിരുന്ന ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഡ്യുവാർട്ടെ എന്ന കാബോ വെർദെ മിഡ്ഫീൽഡർ അർജന്റീനയുടെ ലെഫ്റ്റ് ബാക്കിനെയും ലെഫ്റ്റ് സെന്റർ ബാക്കിനെയും കബളിപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായ ഒരു ഗോൾ നേടുന്നത്. അതിനുശേഷം അർജന്റീനൻ താരങ്ങൾ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നിരവധി അറ്റാക്കുകൾ കാബോ വെർദെ ഗോൾ മുഖത്തേക്ക് അഴിച്ചുവിട്ടെങ്കിലും കാബോ വെർദെയുടെ ഡിഫൻസ് ഒരു വാൾ പോലെ ചേർത്ത് നിന്നു. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് അവരുടെ ഗോൾ കീപ്പർ വൊസീനയുടെ ആയിരുന്നു. വാട്ട് എ ബ്രില്യൻ ഗോൾ കീപ്പർ മാൻ, വാട്ട് എ ബ്രില്യൻ ഗോൾ കീപ്പർ. ഒന്നിനു പിന്നാലെ ഒന്നായി വന്ന ഷോട്ടുകൾ, ക്ലോസ് റേഞ്ച് സേവ്, മികച്ച പൊസിഷനിങ്, ബോക്സിനുള്ളിലെ ആത്മവിശ്വാസം. ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഒരു ഗോൾ കീപ്പർ എങ്ങനെയാണ് തന്റെ ടീമിനെ ജീവനോടെ നിലനിർത്തേണ്ടത് എന്നതിന്റെ മികച്ച ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. കളിക്കളത്തിൽ റഫറിയുടെ ഫുൾ ടൈം വിസിൽ മുഴങ്ങുമ്പോൾ ലോക ചാമ്പ്യന്മാരെ 1-1 എന്ന ഗോൾ നിലയിൽ വൊസീനയുടെയും കാബോ വെർദെ ഡിഫൻഡേഴ്സിന്റെയും മികച്ച പ്രകടനത്തിൽ കാബോ വെർദെ തളച്ചിടുകയായിരുന്നു. കാബോ വെർദെ ഗോൾ കീപ്പർ വൊസീനയുടെയും കാബോ വെർദെ കോമ്പാക്ട് ഡിഫൻഡേഴ്സിന്റെയും പ്രകടനത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയ അർജന്റീനയ്ക്ക് എക്സ്ട്രാ ടൈമിൽ 2ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു കോർണർ കിക്ക് കിട്ടുന്നു. ആ കോർണർ കിക്ക് എടുക്കാൻ വിധിക്കപ്പെട്ടതോ അർജന്റീനയുടെ അധികായൻ ലയണൽ മെസ്സി. ലയണൽ മെസ്സി നൽകിയ കോർണർ കിക്കിൽ മാക്കലിസ്റ്ററിന്റെ ഹെഡറിൽ തട്ടി വീണ ബോൾ ലിസാൻഡ്രോ മാർട്ടിനസ് ടോപ്പ് ഓഫ് ദ ബിൻ ബാങ്കർ അടിച്ച് അർജന്റീന ഗോൾ നേടുന്നു. എക്സ്ട്രാ ടൈമിന്റെ ആദ്യ 15 മിനിറ്റ് കഴിയുമ്പോൾ 2-1 എന്ന ലീഡിൽ ആയിരുന്നു അർജന്റീന. ഒരുപക്ഷെ ആ അവസരത്തിൽ അർജന്റീനയുടെ ആരാധകരും പ്ലേയേഴ്സും അല്ലെങ്കിൽ അർജന്റീനയുടെ മാനേജർ ലയണൽ സ്കലോണി പോലും പ്രതീക്ഷിച്ചിരിക്കാം ഈ ഒരു ഗോൾ ലീഡിൽ അർജന്റീനയ്ക്ക് അടുത്ത പ്രീ ക്വാർട്ടറിലേക്കുള്ള എൻട്രി ടിക്കറ്റ് കിട്ടിയെന്ന്. എന്നാൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് കാബോ വെർദെയുടെ ലെഫ്റ്റ് വിങ്ങർ സിൻഡി ലോപ്പസ് എഡ്ജ് ഓഫ് ദ ബോക്സ് ഒരു മഴവിൽ കിക്ക് തൊടുത്തുവിടുന്നു. അർജന്റീനയുടെ ഡിഫൻഡേഴ്സിനെയും അർജന്റീനയുടെ പ്രഗത്ഭനായ ഗോൾ കീപ്പർ എമിലാനോ മാർട്ടിനസിനെയും കബളിപ്പിച്ചുകൊണ്ട് ആ ഗോൾ കിക്ക് ചെന്ന് നിന്നത് അർജന്റീനയുടെ സൈഡ് നെറ്റിലാണ്. അതെ, വീണ്ടും കാബോ വെർദെ ഈക്വലൈസർ നേടി ഗോൾ നില 2-2. സമനില ഗോൾ വഴങ്ങിയ ശേഷം ലോക ചാമ്പ്യന്മാർ ഗെയിം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഓരോ ബോളിനു വേണ്ടിയും അവർ പൊരുതി. ഈ കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത പോലെയാണ് അർജന്റീന കളിച്ചത്. കളിയുടെ 113ാമത്തെ മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ഒരു കോർണർ കിക്ക് കിട്ടുന്നു. അർജന്റീനയുടെ സെറ്റ് പീസ് ടേക്കർ ലയണൽ മെസ്സി ആ കോർണർ കിക്ക് എടുക്കുകയും ആ ബോൾ ഹെഡ് ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻ റൊമേറോ ഉയർന്നു ചാടുകയും ചെയ്തു. ക്രിസ്ത്യൻ റൊമേറോയുടെ കഷ്ടപ്പാടിന്റെ ബലമെന്നോണം ആ ഹെഡർ പ്രതിരോധ താരത്തിന്റെ ഷോൾഡറിൽ തട്ടി കാബോ വെർദെയുടെ വലയിലേക്ക് പോകുമ്പോൾ അർജന്റീന ഓൾറെഡി വിന്നിംഗ് ഗോൾ നേടിക്കഴിഞ്ഞു. 3-2. കളിയുടെ എക്സ്ട്രാ ടൈം പ്ലസ് ഇഞ്ചുറി ടൈം കഴിഞ്ഞ് റഫറി ഫുൾ ടൈം വിസിൽ മുഴക്കുമ്പോൾ അർജന്റീന 3-2 എന്ന ഗോൾ നിലയിൽ ജയിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അർജന്റീന പോലും ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടാത്ത മത്സരങ്ങളുടെ ലിസ്റ്റിൽ ഒരുപക്ഷെ ഈ മത്സരവും ഉൾപ്പെട്ടേക്കാം. കാരണം അർജന്റീനയ്ക്ക് അതിനും വേണ്ടി വെല്ലുവിളി കാബോ വെർദെ ഉയർത്തിയിരുന്നു. കളിയുടെ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോലും ഈ മത്സരം പോകുമെന്ന് തോന്നിച്ചിരുന്നു. വെറും 5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ളൊരു രാജ്യം ഫുട്ബോൾ വേൾഡ് കപ്പിൽ ക്വാളിഫിക്കേഷൻ നേടുക, ഗ്രൂപ്പ് സ്റ്റേജിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനെയും ഉറുഗ്വേയും സമനിലയിൽ പിടിക്കുക, സൗദി അറേബ്യയും സമനിലയിൽ തളച്ച് റൗണ്ട് ഓഫ് 32-ൽ യോഗ്യത നേടി അർജന്റീന പോലെ ഒരു ടീമിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുക. ഈ മത്സരം അർജന്റീന ജയിച്ചെങ്കിലും അർജന്റീനൻ ആരാധകർ ഉൾപ്പെടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, വെൽ ഡൺ കാബോ വെർദെ. അർജന്റീനയും കാബോ വെർദെയും തമ്മിലുള്ള ഗെയിം അവസാനിക്കുമ്പോൾ അർജന്റീനയ്ക്ക് ഈ ഗെയിമിൽ നിന്നും പഠിക്കാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അർജന്റീനയ്ക്ക് ഒരുപക്ഷെ ഈ മാച്ച് ഐ ഓപ്പണർ ആയേക്കാം. അതല്ലെങ്കിൽ അർജന്റീനയെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് കാബോ വെർദെ ഈ വേൾഡ് കപ്പിനോട് വിട പറയുന്നത്. അർജന്റീനയുടെ സ്ലോ ടെമ്പോ ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ മുന്നോട്ടുള്ള പോക്കിന് അത് കനത്ത വെല്ലുവിളിയായേക്കാം. എന്നാൽ നമുക്കെല്ലാം അറിയാം ലയണൽ സ്കലോനി ഒരു ഗുഡ് ടാക്ടീഷ്യനാണ്.
അർജന്റീനയുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കുകൾ എല്ലാം റെക്ടിഫൈ ചെയ്ത് അർജന്റീന മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഈ ലോകകപ്പിൽ ഒത്തിരി ദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും. അർജന്റീനയുടെ ടാക്ടിക്സ് എങ്ങനെയാകണം, അർജന്റീനിയൻ ടാക്ടിക്സിന്റെ അപാകത എന്നിവയെക്കുറിച്ച് അറിയാൻ പ്ലീസ് ഫോളോ ദിസ് പേജ്. ഐ വിൽ ബി ഡൂയിങ് എ വീഡിയോ അബൌട്ട് Argentina tactics in this World Cup. Thank you for watching Jiddy's World.